ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതാ അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ആ വെണ്ടയ്ക്കയും കൂടെ നേരത്തെ ഒന്ന് വഴട്ടി വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടെ നമ്മൾ തീയിലോട്ട് പാനിലോട്ട് ഇട്ട് കൊടുത്തു. ഞാനൊന്ന് വഴണ്ട് വരുമ്പം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഇളക്കി എടുക്കണം. കാണിക്കാട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ വെണ്ടയ്ക്ക, അതിന് ശേഷം കാണിക്കാതെ. ഉപ്പിടണം കേട്ടോ ആവശ്യത്തിന്. ഇതാ നമ്മൾ തൈരും കൂടെ ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് വീഡിയോ എടുത്തു തരാൻ വേറെ ആളില്ലാത്തത് കൊണ്ടാണ് ഒഴിച്ചതിന് ശേഷം കാണിച്ചത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതങ്ങ് വാങ്ങി വയ്ക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.